നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അനീഷ്, കോമണറായിട്ട് വന്ന അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് മൊത്തത്തിൽ വേറിട്ട് നിൽക്കുന്ന, മറ്റാർക്കും കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വെറുപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു ഗെയിം കളിക്കുക. ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് ഉള്ളത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്കും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. അവിടെ ഇപ്പോൾ വീട്ടുകാർ ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിന് കാരണമെല്ലാം അനീഷ് തന്നെയാണ്. പല കാര്യങ്ങളും പറയുന്നത് മണ്ടത്തരങ്ങളും വിഡിത്തങ്ങളും ഒക്കെ ആണെങ്കിൽ കൂടി പലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോവും, അല്ലെങ്കിൽ അനീഷ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇതെങ്കിലും നടക്കുന്നത്. കൂടുതൽ അഗ്രഷൻ ഇല്ല. അതായത് പണ്ട് കഴിഞ്ഞ വട്ടം വന്ന രതീഷ് കാണിച്ചതുപോലെ കൂടുതലായിട്ട് ഓവറായിട്ട് കാണിച്ച് ചളമാക്കി കുളമാക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും വന്ന് ചൊറിഞ്ഞതിന് ശേഷം അനാവശ്യമായ ഒരു ലോജിക്കും ഇല്ലാത്ത പല കാര്യങ്ങളും പറയുകയും അത് ആവർത്തിക്കുകയും അത് തന്നെ ആവർത്തിച്ച് കേട്ടിക്കൊണ്ടിരിക്കുന്നവന്റെ ആകെക്കൂടി സഹികെട്ട് അടിച്ച് കയറ്റിക്കൊടുക്കാൻ തോന്നും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുമെങ്കിലും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിനെ എന്ന് ഉണർത്തുന്ന പരിപാടി അനീഷ് ചെയ്യുന്നുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനീഷ് ആ വീട്ടിനകത്ത് വേണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമല്ല, കുറെ ദിവസം അനീഷ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇന്ന് ഒരു തെണ്ടിത്തനം എന്ന് വെച്ചാൽ കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കട്ടെ. ഇതുപോലുള്ള മാറിത്തനം, തെണ്ടിത്തനം, ചെറ്റത്തരം എന്നൊക്കെ പറയില്ല, ആ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പുറത്തൊക്കെ അവരെ അടിക്കാത്തത് ഭാഗ്യം. വേറെ വല്ലവരെ അടിച്ച് അവരെ ചെപ്പ നെരിച്ചിട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ കണ്ടന്റും തേങ്ങയൊക്കെ കൊള്ളാം. പക്ഷെ ഇമാതിരി കളി ഒരിടത്തും, ഇനി അത് ഗെയിം ഷോ ആയിക്കോട്ടെ, പിന്നീട് ഗെയിമിന് വേണ്ടി ആയിക്കോട്ടെ, റിയൽ ലൈഫിലായിക്കോട്ടെ, ഒരിടത്തും ഇങ്ങനെ ഒരു ചെറ്റത്തരം കാണിക്കാൻ പാടില്ല. സംഭവം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. സംഭവം മറ്റൊന്നുമല്ല, അവിടെ ആഹാരം കഴിക്കാൻ ഒരു തേങ്ങയും ഇല്ല. അവിടെ ഇന്നലെ ബിന്നി വന്ന് പറഞ്ഞിരുന്നു, ആ ഒരു ഗോതമ്പ് ഏതാണ്ട് ഒരു നേരത്തെ ആഹാരം, ഈ 2 ചപ്പാത്തി വെച്ച് കഴിക്കാനുള്ള ഗോതമ്പ് മാത്രമേ മിച്ചമുള്ളൂ. അപ്പോ ഇന്നലെ നമുക്കറിയാം, ടാസ്കിൽ ജയിച്ചത് കൊണ്ട് അക്ബർ ഖാനാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന പുറത്തു പോയി, അതായത് പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുക്കാനുള്ള അവസരം കിട്ടിയത്. അക്ബറിന് വേണമെങ്കിൽ അവന്റെ സാധനം എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് എടുക്കാം. അത് ഫുഡ് അവന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഈ ബിഗ് ബോസ് പറഞ്ഞു, ഒരു പണിയുണ്ട്, പിന്നീട് നിങ്ങൾക്ക് ഇപ്പൊ പറയുന്ന ഫുഡ് നിങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ള ഫുഡാണ്, നിങ്ങളുടെ ഇഷ്ട ഫുഡുകളാണ് ഇരിക്കുന്നത്, ഏത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം, വെറും 20 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. അപ്പോ അക്ബർ ഖാൻ പറഞ്ഞു ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ എന്ത് ചെയ്തു, അവിടെ പോയി സാധനങ്ങൾ എടുത്തു. അവന് പറ്റുന്ന രീതിയിലുള്ള വെറും 500 പോയിന്റിന് മാത്രമേ സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നുള്ളതായിരുന്നു. അതായത് അവിടെ കഴിക്കാൻ ഒരു വകയുമില്ല. അങ്ങനെ ഇവൻ പോയി അവരെ കണ്ണി കണ്ട കുറെ ഫുഡുകൾ എടുത്തുകൊണ്ടുവന്നു. ഇവിടെ എണ്ണി നോക്കി ഏതാണ്ട് 690 പോയിന്റിനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതില് പിന്നെ ഈ പറയുന്ന പൊറോട്ട, ചിക്കൻ, ഈ പറയുന്ന പൊറോട്ട, മട്ടൻ, ചിക്കൻ ബിരിയാണി, വെജ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരു 7-8 സാധനങ്ങൾ എടുത്തു. അതില് ഈ പറയുന്ന 190 പോയിന്റ് കൂടുതൽ, അതായത് 500 എടുക്കാൻ പറ്റത്തുള്ളൂ, ഇവൻ 690 പോയിന്റ് എടുത്തു. എല്ലാവരും ആദ്യമൊക്കെ പറഞ്ഞു കുഞ്ചേമ്മ പെട്ടെന്ന് 20 സെക്കൻഡ് ആണെങ്കിൽ കൂടി 10 സെക്കൻഡിൽ തന്നെ ഇവൻ എടുത്തുകൊണ്ട് വെളിയിൽ വന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുഞ്ചി പോകരുത്. അതുകൊണ്ട് തന്നെ ഒരു 10 സെക്കൻഡിൽ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വന്നു. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ കൂടുതൽ എടുത്തിട്ടും കാര്യമില്ലായിരുന്നു. കാരണം 500 പോയിന്റിൽ കൂടുതൽ അവൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമ്മള് ബിഗ് ബോസ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്, നിങ്ങൾക്ക് എത്ര വേണേ എടുക്കാൻ പ്രശ്നമില്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയിന്റിൽ കൂടുതലാണെങ്കിൽ അതിൽ ബാക്കിയുള്ള പോയിന്റുകൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള പോയിന്റിലുള്ള സാധനങ്ങൾ തിരിച്ച് ഏൽപ്പിക്കണം. ഇതായിരുന്നല്ലോ സംഭവം. ഇവിടെ എല്ലാവരും വിശന്ന് ഊപ്പാടായി വന്ന് ഇരിക്കുകയാണ്. ഇവൻ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ടു കൂട്ടി നോക്കിയില്ല 690. ഈ നാറി അനീഷ്, ഞാൻ ഇവനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ നാറി അനീഷ് അവിടെ നിന്ന് പറയാണ് 690. അതിന് മുമ്പേ മറ്റൊരു കേസ് എന്തെന്നറിയാമോ, ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പിന്നെ ബിഗ് ബോസ് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചു. അനീഷ് പറയും എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു പറയും എവരെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, ബാക്കി എല്ലാവരും ഇവിടെ വിശന്ന് കിറങ്ങിയാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനീഷ് എന്ന് പറയുന്നത് ഇവരൊക്കെ മൂക്കുമൊട്ടം തിന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊരു ഡയലോഗും അവിടെ അടിക്കുന്നുണ്ട്. ശരി ഓക്കെ. അപ്പൊ 690 പോയിന്റിന്റെ സാധനങ്ങൾ കിട്ടി. ഈ നാളെ എവിടെ നിന്ന് പറയില്ലേ, ബിഗ് ബോസ് 500 ആണ് പറഞ്ഞത്, 690 പോയിന്റ് കിട്ടി, അതുകൊണ്ട് ഇത് മൊത്തം നിങ്ങൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. എന്ത് ചെയ്താ കൊള്ളാം ഇവനെ. അങ്ങനെയാണ് അവിടെയുള്ള ബിഗ് ബോസിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ എതിരായിട്ട് പിന്നീട് സംസാരിച്ചു തുടങ്ങിയത്. ഇത് എങ്ങനെ സംസാരിച്ചിരിക്കും, ഇത് കണ്ടന്റുകൾ ഉണ്ടാക്കിയോ? ഞാൻ പറഞ്ഞു ഇവനെ ഒരു വക കൊടുക്കരുത് അതിനകത്തുനിന്ന്. ഇനി കൊടുത്തില്ലെങ്കിൽ പറയും അവരൊന്നും കൊടുത്തില്ല, കണ്ടില്ലേ ഒരു കോമഡറിനെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു, അവിടെ 10-20 പേരുണ്ട്, അവർക്ക് കഴിക്കാൻ ആഹാരമില്ല. ഇവർ 2 ചപ്പാത്തി എന്നപ്പോൾ അറിയാമല്ലോ,
എന്തെങ്കിലും തലേ ദിവസം ഇത് തന്നെയാണ് ഗതി. അപ്പോൾ വെറും 2 ചപ്പാത്തിയും കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കുറച്ച് ഫുഡുകൾ കിട്ടി, അത് കുറച്ചേ ഉള്ളൂ. അത് ഇനി അവരെന്ത് ചെയ്യണം, ഒരു ബിരിയാണി അതിനെയൊക്കെ മൂന്നും 4 പേരായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കേണ്ട ഗതികേട്ടിലാണ് അവർ. ആ സമയത്ത് ഇവൻ ബിഗ് ബോസിനോട് പറയാണ്, ഒരു കാര്യം ചെയ്യണം ബിഗ് ബോസ്, ഇതിന്റെ നീ കിട്ടിയ കൂടുതലാണ് എടുത്തുകൊണ്ട് വന്നത്, അതുകൊണ്ട് ഇത് മൊത്തം കൊണ്ടുവയ്ക്കണമെന്നാണ് പറയണത്. അപ്പൊ ഈ നാറി എന്ത് ചെയ്താൽ കൊള്ളാം? ഇവനെ എടുത്തിട്ട് ഇടിക്കണ്ടേ? കണ്ടന്റ് കൊണ്ട് ഉണ്ടാക്കിയോ പ്രശ്നമില്ല. നീ ചൊറിഞ്ഞോ, നീ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോ, നീ മനുഷ്യർക്ക് ദഹിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഫുഡിന്റെ കേസിൽ, അതും ഈ പറയുന്ന ബിഗ് ബോസ് പോലും പറയാത്ത കേസ് നീ അവിടെ പറഞ്ഞ ഒരാളാവണത്. ഞാൻ എന്ത് പറയില്ലേ, ഞാനിത് എന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് എന്നാണോ പറയുന്നത്? അപ്പൊ ഇവനെ എന്ത് ചെയ്താൽ കൊള്ളണം? എന്ത് ചെയ്താൽ കൊള്ളണം നിങ്ങൾ പറയുക? ഈ നാറി എന്ത് ചെയ്താൽ കൊള്ളണം? ഇങ്ങനെയാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെ വെറുപ്പിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ഇഷ്ടപ്പെടും? ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? ശരി, നമ്മളും ഒരുവിധം സപ്പോർട്ട്, ശരി ഓക്കെ, അവൻ ഉള്ളത് കൊണ്ട് കുറച്ച് കണ്ടന്റുകൾ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു വന്നപ്പോ ഇതുപോലുള്ള ഇങ്ങനെയാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? ഇന്ന് രാവിലെ അനുമോളുടെ അടുത്ത് കയറി ഉടക്കി, അനുമോളുടെ വായുന്നത്തെ തികച്ച് കിട്ടി. പിന്നീട് ഈ പറയുന്ന റനാ സുനയുടെ അടുത്ത് കയറി ഉടക്കി, അവളെ വായുന്നും കിട്ടി, എല്ലാവരെയും കിട്ടുന്നുണ്ട്. അതൊക്കെ ചൊറിഞ്ഞ് അവർക്ക് ഒരു സ്ക്രീൻ പ്ലേസ് ഉണ്ടാക്കി കൊടുക്കാൻ അവൻ മിടുക്കനാണ്, അതിനോടൊപ്പം അവനും കിട്ടുന്നു. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ 2 ദിവസം കൊണ്ട് ഒരു വട കഴിക്കാതെ അല്ലെങ്കിൽ കുറച്ച് വളരെ തുച്ഛമായ ആഹാരം കഴിച്ചിരിക്കുന്ന അവരുടെ അടുത്ത് ഈ 690 പോയിന്റ് കിട്ടിയപ്പോൾ അവര് മൊത്തം ആ 190 പോയിന്റ് തിരിച്ചു കൊടുക്കാനല്ല പറയുന്നത്, ഇത് മൊത്തം കൊടുക്കുന്നതാണ് ശരി എന്ന് പറയണവന് ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ ചെയ്തതെന്ന് അറിയാമോ? എല്ലാവർക്കും പിന്നെ 2 പിന്നീട് എന്താ നമ്മൾ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കിയത്, നമ്മുടെ ജിസയിലാണ് അത് ഉണ്ടാക്കിയത്. അതിന്റെ ഇടയ്ക്ക് ഇവൻ 3 എണ്ണം കഴിച്ചു. ഈ പറയുന്ന നമ്മളെ റനാ ഫാത്തിമയും നമ്മുടെ ഒനിയിലും കൂടി ഒരു അടി നടന്നു. അതൊരു വലിയൊരു അടിയായിരുന്നു. അത് റനാ ഫാത്തിമയുടെ ഭാഗത്താണ് തെറ്റ്. അവിടെ ഞാൻ കൊച്ചാണ്, ഇവര് വലുതാണ്, എന്നെ എന്ത് ചെയ്യുന്നു, പിന്നീട് അങ്ങനെ എന്തോ എന്നെ വേർതിരിവ് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ റനാ ഫാത്തിമ വെറുതെ അനാവശ്യമായിട്ടൊരു ഫൈറ്റ് അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. കാരണം അവരെല്ലാരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് അതിന്റെ ഇടയിൽ കയറി ചെയ്യണം, അത് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് ഇവൾ അതിന്റെ ഇടയിൽ കൂടി സജഷൻസ് കൊടുക്കുന്നു, ഇതിനകത്ത് മറ്റൊരു മറിച്ചതിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരു ഫൈറ്റാണ്. അത് അനാവശ്യമായ ഫൈറ്റാണ്. അതിനകത്ത് റനാ ഫാത്തിമ എന്ന് പറയുന്നുണ്ട്, ഞാനിത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവിടെ കയറി 6 കയറി മെയ്യുന്നുണ്ട്. ഒണിയിൽ അവിടെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനുള്ള അവസരം കിട്ടി. ഒണിയിൽ അത് നല്ല രീതിയിൽ ഈ പറയുന്നത് യൂട്ടിലൈസ് ചെയ്തു. റനാ ഫാത്തിമ, നീ ഒരു കീടമാണ്, നീ സെർലാക്കിലുണ്ട കീടമാണ്, നീ കുഞ്ഞാണ്, നിനക്ക് ഒരു തേങ്ങയില്ല, നിനക്ക് ഒരു കഴിവുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തിരിച്ചു പറയുന്നു, നിനക്ക് എന്ത് കഴിവ്? പറഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിവ് തെളിയിച്ചവനാണ് എന്ന് ഒണിയിൽ പറയുന്നു. എന്നിട്ട് ഇവൾക്ക് ആഹാരം വേണ്ടാന്ന് പറയുന്നു. അവസാനം എല്ലാവരും കൂടി കൊണ്ട് നിർബന്ധിച്ച് തീറ്റിക്കുമ്പോൾ അതിൽ ശകലം കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇവളെന്ത് ചെയ്യുന്നു, നേരെ കൊണ്ടുവന്ന് അനീഷിന് കൊടുക്കണം. അനീഷിന് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? റനാ ഫാത്തിമ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അനീഷിന് കൊടുക്കുന്നു. അനീഷ് ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടും എന്ത് ചെയ്തു, പോയിരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. ബാക്കിയെല്ലാം 2 കഴിച്ചിട്ടുള്ളൂ, ഇവൻ വീണ്ടും വെട്ടി വിഴുങ്ങുന്നുള്ളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ ഒരു വക കൊടുക്കരുത്, കൊടുക്കരുതെന്നല്ല, ഇവൻ തിന്നരുത്. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് പിന്നീട് ബിഗ് ബോസിനോട് സ്നേഹമുള്ളവനാണെങ്കിൽ നീ തിന്നരുത്, അത് കൂടുതൽ കിട്ടിയില്ല, തിന്നരുത്. അപ്പൊ ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടി ജിസയിൽ വന്നൊരു ഇതടിക്കുന്നുണ്ട്. ഇത്ര നേരം നമ്മളെല്ലാം കുറ്റം പറഞ്ഞ് ഇവരെല്ലാം മൂക്കുമൊട്ടം തിന്ന് പെരുത്തിരിക്കുന്ന വന്നിട്ട് കണ്ട പുള്ളി 3 എണ്ണം കഴിച്ചു, ബാക്കിയുള്ള 2 എണ്ണം കഴിച്ചുള്ളൂ. പുള്ളി ഇവിടെ ഓൾറെഡി 3 എണ്ണം ആയി. അപ്പോ അനീഷിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവനെയൊക്കെ എന്ത് ചെയ്യണം? അടിക്കണ്ടേ? അവന്റെ പേരട്ടത്ത് 2 എണ്ണം കയറ്റി കൊടുക്കണ്ടേ? അതിനുള്ള വകയിൽ ഇവിടെ ചെയ്ത് ചെറ്റത്തരമല്ല, ഇത് പക്കാ ചെറ്റത്തരമാണ്. നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു. നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.